ഹേ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് ചെറിയൊരു പാലട വെച്ചാലോ? ഓണമൊക്കെ അല്ലേ, പിന്നെ അതുപോലെ ഇവിടെ ഭയങ്കര മഴ. അപ്പം ഞാൻ വിചാരിച്ചൊരു ചെറിയ പാലട വയ്ക്കുകയാണ്. എന്താ പറയുന്നു? ഇതാണ് ദർശു, അഞ്ജലിയുടെ ചേച്ചിയുടെ മോൻ. ദർശു ഒരു ഹായ് പറഞ്ഞേ. ഹായ്. എൻ്റെ പല്ല് മാത്രമാണല്ലോ. അപ്പം നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോവാം. കഴിഞ്ഞ വട്ടത്തിൽ ലഡു ഫ്ലോപ്പായി. ഇപ്പം ഇത് ഫ്ലോപ്പാവും നമുക്ക് നോക്കാം. ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇടുന്ന സീരീസ് ഇഷ്ടപ്പെടുന്നുണ്ടോ? റൂം സ്വാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ അടുത്തൊരു സാധനമായിട്ട് വരുന്നുണ്ട്. പുതിയൊരു സീരീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അഭിനയിക്കാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം ചാൻസ് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? അതിനുള്ള സ്റ്റോറിയും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിലും അതിനുള്ള പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആഗ്രഹമുള്ളവർ നമുക്ക് മെസ്സേജ് ഇടുക. ഓക്കെ. അപ്പം നമുക്ക് ഈ വട്ടം ക്ലാസ് എടുത്ത് തരുന്നത് ചേച്ചിയുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്ന് നോക്കട്ടെ. മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പം ചേച്ചിയുടെ കുക്കിംഗ് ക്ലാസ്സിലാണ് നമ്മളിപ്പം വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പം നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഇത് ഞാൻ നോക്കി പറഞ്ഞാൽ എനിക്ക് യൂസ്ഫുൾ ആവുമല്ലോ. ലാസ്റ്റ് പക്ഷേ ഇത് കറക്റ്റായി മതിയായിരുന്നു. ചെറിയൊരു മിസ്റ്റേക്ക്. ഞങ്ങൾ ചേച്ചിയുടെ വീഡിയോസ് എടുത്തു, പക്ഷേ പിന്നെ മനസ്സിലായത് എന്ത് ചെയ്യൂടാ ഇങ്ങനത്തെ അല്ല വേറെ സംഭവം തന്നെ. ഇങ്ങനെ പോയ ഇത് പിന്നെ മനസ്സിലായത് അത് ഇൻസ്റ്റൻ്റ് അല്ലല്ലോ, നമ്മൾ ഇൻസ്റ്റൻ്റ് പൗഡറാണ് വാങ്ങിയത്. ഡബിൾ കോഴ്സിൻ്റെ ഇൻസ്റ്റൻ്റ് പായസം മിക്സാണ് നമ്മൾ വാങ്ങിയത്. ഇത് പിന്നെ എടുത്താ അപ്പൊ നമുക്ക് വേറെ വീഡിയോ എടുത്ത് പാചകം ചെയ്യാം. ഈ പാത്രം എടുത്ത് മാറ്റോ? വൃത്തിയായിട്ട് മാറ്റ്. നേരെ വെക്കി പാത്രം. ബെസ്റ്റ് ആളെ ഏൽപ്പിച്ച് പാത്രം ചരിവുണ്ട്. എന്തോ കേട്ടില്ല. നാളെ കഴി പിടിച്ചോണേ. കണ്ടു ഈ പാത്രം പുകയുന്നുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞേ. വഴി ഒരു പാല് 2 ഗ്ലാസ് 2.5 2.25 പോലും ഇല്ല. ഒരു കവർ പാലിനകത്ത് 2.25 ഗ്ലാസ്സേ ഉള്ളൂ പാല് കേട്ടോ. ഇപ്പം വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് ഇവിടെ മിക്സ് ചെയ്യുക. വീഡിയോ എടുത്ത് ചുമ്മാ ചെയ്യുക. കുക്കിംഗ് ചാനൽ തുടങ്ങുന്നോ നീ? കുക്കിംഗ് ചാനൽ തുടങ്ങുന്നോ? പഞ്ചസാര ഏതാ? പഞ്ചസാര അതിനകത്തുണ്ട്. അല്ല, പഞ്ചസാര ഏതാ അറിയാവോ? അവളുടെ കുക്കിംഗ് ചാനലുകളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. നാക്കെന്താ ഉടക്കുന്നത്? നേരത്തെ ഉണ്ടായിരുന്നു എനിക്ക് നാക്ക് ഉടക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ പിന്നെ നാക്ക് ഉടക്കുന്നു. അഞ്ജലിയുടെ അമ്മ. ഗായ്സ്, ഞങ്ങൾ പായസം ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പാല് കയറുന്നു പോയി. ഞാനും ഇവനും കൂടെ പാല് വാങ്ങാൻ പോകും. അവനെ വണ്ടി ഓടിച്ചോണ്ട് ഇത്ര നേരം. ദർശു കൈ കാണിക്കടാ. നമുക്ക് പാല് 2 കവർ വേണമായിരുന്നു. പിന്നെ അറിഞ്ഞത് 1 കവർ വാങ്ങിയിട്ട് ബാക്കി വെള്ളം ഒഴിച്ചിരുന്നു. അപ്പോൾ 2 കവർ പാല് വാങ്ങാനായിട്ട് 1 കവർ കൂടെ വാങ്ങാനായിട്ട് നമ്മൾ കടലോട്ട് പോയി കേട്ടോ. ബാക്കി ഇനി വീട്ടിൽ ചെന്ന് ബാക്കി ഉപയോഗം വിശേഷം. പാലട ഉണ്ടാക്കാൻ യൂട്യൂബിന്റെ ആവശ്യമില്ലേ? വേണ്ട, പറയണ്ട എന്നാ അറിയാവുന്നവര്. ഇതേട്ടാ ഇവളെ ചേച്ചി, ഇല്ല അവന്റെ ആ കുരിപ്പിന്റെ അമ്മ. ഇവളുടെ അതേ സ്വഭാവം. നീ പാലട തന്നെ ഇരുന്നു ഗായ്സ്. പെട്ടെന്നിട്ടില്ലെങ്കിലേ നമ്മക്ക് എന്റെ ആവശ്യമൊന്നുമില്ല. നമ്മള് പാലട തിന്നേണ്ട ആവശ്യമൊന്നുമില്ല. പാലട തിന്നേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ഞാനാ പാചകം ചെയ്യുന്നേ.
നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലട പായസം. ഇപ്പൊ കിറ്റ് വാങ്ങിച്ചോണ്ട് വന്നത് അനന്തമുണ്ടെന്ന് അഞ്ചലി. നമ്മൾ ഇനി പാല് തിളച്ചതിനകത്ത് നമ്മൾ ഇടാൻ പോയേനെ. അപ്പം ബ്ലോഗ് മാറിയുടെ ചാനൽ മാറിയേ. ഇപ്പൊ ഇവളാണ് കേട്ടോ ചാനൽ ഏറ്റെടുത്തത്. ഇതൊക്കെ നടന്ന തിന്നാ മതി ഉള്ളവിടെ നമ്മള് തിന്നും. ഇത് already പാലടാ. പാലട പാല് പോലെ വെള്ള കളർ പല്ലിന്റെ അടക്കിരിക്കും നിന്റെ പല്ലിന്. എന്നെ ഞാൻ പറയുന്നില്ല. ഇത് പാലട നല്ലൊരു സംഗീതേ. ഇനിയിപ്പോ ഇട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് പാലടയാണോന്ന് അറിയത്തില്ല, പക്ഷെ ആരുടെയാ ഡബിൾ ഹോഴ്സിന്റെ കേട്ടോ. നമ്മളെ പാലട ഉണ്ടാകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പൊ നമ്മള് ഇത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണം, ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. പാല് തിളച്ചിടുന്നവരെ ഇങ്ങനെ നമ്മുടെ സെർലാക്ക് കട്ട് പിടിക്കുന്ന അഞ്ജലി, കൊച്ചിന്റെ സെർലാക്ക് കട്ട് പിടിക്കുന്ന അഞ്ജലി. എല്ലാം കുടിച്ചത് അവനാ. പിന്നെ അമ്മക്കന്റെ ആവശ്യമൊന്നുമില്ല. ഒരു കുരുത്തക്കേടില്ലാത്തൊരു കൊച്ച്. എന്തോ ഇളക്കുന്നതിന് ഇത്ര ആട്ടം എന്തുവാ? ഞാൻ ഇങ്ങനെ പഠിച്ചത്. ഈ ഇളക്കത്തിന് അവിടെ കമ്പെടുത്ത് ഒറ്റ അടി കൊടുത്താൽ ഇളക്കം തിരിക്കും. വേണ്ടടി ഇളക്ക്. ചൂടാവും കേട്ടോ കൈ. ആണോ? അടുക്കള കേറണം വല്ലപ്പോഴൊക്കെ. ആ ക്യാമറ തിരിക്കാവോ? തിരുമുഖത്തിന് കാണിക്കാവോ അടുക്കള കയറുന്ന? ഇവിടെ ലഡു ഉണ്ടാക്കിയതെല്ലാം അറിഞ്ഞായിരുന്നോ? പാലട ഉണ്ടാകുന്നത് പാലടപ്പല്ലം ഉണ്ടായി. ലഡു ഉണ്ടാക്കി പുതിയ പേരിട്ടുണ്ട് ഞങ്ങള് പാലടപ്പല്ല. ഏതാണ്ട് നോക്കി എല്ലാരും നോക്കിയ പല്ലെന്ന് കാണിക്കേ, പല്ലെന്ന് കാണിക്കേ, പല്ലെന്ന് കാണിക്കേ. പല്ലിന്റെ ഷേപ്പ് ഉണ്ട്. പാലട ലഡു ഉണ്ടാക്കി. മാവ് പച്ച മാവ്, പിന്നെ ഞാൻ റിവ്യൂ ഇട്ട് എല്ലാവരുടെ അടുത്തും സൂപ്പർ പച്ചമാവ്. ആരോ ഉണ്ടാക്കുന്ന എല്ലാവർക്കും നല്ല കറക്റ്റ് ആയിട്ട് അറിയാം. ഇത് കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും പിന്നിലിരുന്ന് കാണാന്ന് പറയാതെ മുന്നിന്ന് പറ പറന്താ മിണ്ടുന്നില്ലേ? പറടാ രണ്ടു വാക്ക്. നല്ല ജോലിയും ചെയ്യും. ശരി, തളർന്നോ? പിന്നെ ദേഹം ഇളകാത്തതിന്റെ പാലടപ്പല്ലൻ. ഞങ്ങൾ ഇവിടെ നിന്നിപ്പോഴേ ഒരുത്തുന്നാണ്ട് നടന്നു വരുന്നു. ഹായ്. പിന്നെ വന്ന് ലഡു തിന്നാനായിട്ട്. അന്ന് കുറച്ച് തിന്ന് മതിയാക്കി. എന്തായാലും തിന്നാൻ അവസ്ഥയൊന്നും പിന്നെ അറിഞ്ഞിട്ടില്ല. അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടായിരിക്കും വ്ലോഗ് ഇട്ട്. ഇന്നെന്താ നമ്മുടെ പാലട പാലടേ ആയോ? ഗായ്സ് ദാണ്ടെ പായസം ഉണ്ടാക്കി. ദാണ്ടെ ഇവിടുത്തെ ഗ്യാസ് തീർത്ത്. അപ്പൊ പുതിയ കുറ്റി എടുത്ത് കണ്ടിന്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഗായ്സ് ഇവിടെ വന്നാണ്ട് കൊച്ചിനെ കരയിപ്പിച്ച്. അഭിരാമി എന്ത്? അഭിരാമി കാണാനില്ല, വീട്ടിൽ കിടക്കുക. പട്ടിണിയായിരിക്കും കൊച്ചു, ഒന്നുമില്ലാതെ വീട്ടിൽ കിടക്കുക. കഴിഞ്ഞ വട്ടത്തെ വ്ളോഗില് അഭിരാമി ഉണ്ടായിരുന്നു ലഡു തിന്നാനായിട്ട്. അപ്പൊ ഈ വട്ടത്തെ വ്ളോഗില് പായസം കുടിക്കാനായിട്ട് അമൃതേഷ് മാത്രമേ ഉള്ളൂ. ഞാൻ തിരക്കി വന്നു. എനിക്കറിയാതെ എന്തെങ്കിലുമൊക്കെ ആക്കൂന്ന്. അങ്ങനെ വരുന്ന വഴിയായോണ്ടെങ്കിൽ വന്നേ. ഇന്നത്തെ ദിവസം നമ്മള് വീഡിയോസ് ഒന്നും എടുത്തില്ല. നിങ്ങൾ പറയില്ലേ എപ്പിസോഡ് ലാഗ് ആക്കുന്നു, ഷൂട്ട് ചെയ്തില്ല, അല്ല എന്താ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ. സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ഓരോ ദിവസവും ഇടപെട്ടല്ലേ എപ്പിസോഡ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഒരു എപ്പിസോഡ് ഫുള്ളായിട്ട് എടുത്തു വെക്കുമല്ല. ഓരോ ദിവസവും ഇവരുടെയൊക്കെ സമയം അനുസരിച്ച് നമ്മള് ടൈം വിളിച്ച് എടുത്ത് ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓരോ ദിവസം ഓരോ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത് അല്ലേ, ഓരോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് ഞങ്ങൾ നേരത്തെ എടുത്ത് വെച്ചിട്ട് മനഃപൂർവ്വം ലാഗ് അടിപ്പിക്കുന്നതല്ല. ചിലപ്പോ ഇവൻ ഡ്യൂട്ടിക്ക് വന്നു. അപ്പൊ ഇവന് ലാബിൽ പോകും. ലാബിൽ നിന്ന് ചിലപ്പോ ലാഗ് ആവും, ചിലപ്പോ വരാൻ പറ്റത്തില്ല. ഇവര് ചിലപ്പോ ഫ്രീ ആവുന്ന ടൈം ഞാൻ ഫ്രീ ആവത്തില്ല. ഓരോരുത്തർക്കും ഓരോ ടൈം. അഭിരാമിക്ക് വേറെ ഷൂട്ടൊക്കെ വരുമ്പോ അഭിരാമി അങ്ങനെ പോകും. അങ്ങനെ കുറെ മിസ്റ്റേക്കുകളൊക്കെ വരും. അങ്ങനെ കുറെ മിസ്റ്റേക്കുകൾ ലാഗും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഈ എപ്പിസോഡ് വരാൻ ലാഗ് അടിക്കുന്നത്. അല്ലാതെ മനഃപൂർവ്വം നമുക്ക് ഇടാൻ താല്പര്യമില്ലാഞ്ഞിട്ടില്ല. പിന്നെ ഓരോ എപ്പിസോഡിൽ അതേ കണ്ടിന്യൂറ്റി കിട്ടാനായിട്ട് നമുക്ക് അതേ ഡ്രസ്സ് എടുക്കണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കൈസ്. അതുകൊണ്ടാണ് ഈ ലാഗ് വരുന്നത്. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്? നിങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി പാചക വിശേഷങ്ങളോട്ട് പോവാം. ഇത്ര നേരം പാചകം ചെയ്തുകൊണ്ടിരുന്നത് നമുക്കറിയാത്തതുകൊണ്ട് സംഗീതമാണ്. സംഗീത എല്ലാവരുടെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. എന്തുവായി പായസം കൊള്ളത്തിൽ നിന്റെ നിലയിലാവേ? ഓക്കെ, ഓഫാക്കി കേട്ടോ നമ്മളിനി. ഓക്കെ,
ഈ സാധനം എന്താ എങ്ങനെയുണ്ട് കമന്റ് ചെയ്യേ. കൊടുത്തിട്ട് ചായ കുടിക്കുന്നു. ഓക്കെ കുടിയടാ. ഇപ്പൊ എടുത്ത് കുടിച്ചാ എന്റെ വാ ഉരുകുന്നത് കാണാം നിങ്ങൾ. വാ ഉരുകുന്നത്. നീ ഫസ്റ്റ് ടെസ്റ്റ്. അമൃതേശ് പായസം കുടിച്ച് വല്ലതും പറ്റുമോ? ടടായി. പായസത്തിൽ വിഷമുണ്ടോ? ടടായി. അഥവാ അമൃതേശിന് രക്ഷപ്പെടുമോ? ചത്തുപോകുമോ? ടടായി. തിരിഞ്ഞെന്ന് കുടിക്കൂ നോക്കട്ടെ. എന്തൊരു പൈസ? ഇതാണ് പാലട. പാലുണ്ട്, കടയില്ല. പാലടയില് പാലുണ്ട്, കടയില്ല. നമ്മളല്ല, ഡബിൾ കോഴ്സ് ആണ്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് കൊള്ളാം. ആ നെയ്യ് ചേർത്തോ അതിന്റെ ഫ്ലേവറാണ്. ആ ഫ്ലേവർ കൈപ്പുണ്യൊന്നും പറയണ്ട, ഇൻസ്റ്റന്റ് ആയോട്ട്. മഴയത്ത് ഇവരെല്ലാം കുടിച്ചിട്ട് അഭിപ്രായം പറയും. ഇത് കൊള്ളാം. കൊള്ളാം. ലഡുപോലായോ? സെറ്റായി. ഇവിടായിട്ടാ ഉണ്ടാക്കി. ഓക്കെ, കുടിച്ചു തീർന്നിട്ട് ഞാൻ പോവാ. കുടിക്കട്ടെ. ബൈ. ഇവന് അട കിട്ടാത്തോണ്ട് പായസം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഇനി പാല് അടയില്ല. നമുക്ക് അതുകൊണ്ട് അടുക്കള പോയി അട തപ്പാം. പാല് അടയില്ലെന്ന് പറഞ്ഞാൽ അടുക്കള കയറി അട തപ്പാൻ പോകുന്നു. പാലട കയറി നമ്മളെ നോക്കട്ടെ അട മുങ്ങി തപ്പും. അട ഉണ്ടോ? നമ്മളെ ഇളക്കണം ബസ്. അപ്പൊ എന്ത് അടയൊക്കെ അങ്ങ് അടിയിൽ പോകും. പിന്നെ കിട്ടുന്നില്ല. ഒന്ന് അടിച്ചു നോക്കേ. അട വെന്ത് കയറുന്നു തോന്നുന്നു കേട്ടോ. അരിപ്പെടുത്ത് അരിച്ച്. ആ അട ഉണ്ടോ? രണ്ടെണ്ണം കിട്ടി. കാണാൻ പറ്റുന്നോന്ന് അറിയത്തില്ല. സെഡിമെന്റ് ഉണ്ട്. അട കിട്ടി. പാല് വേർതിരിച്ച് നമ്മള് അട തപ്പി പിന്നെ അട ബാക്കിയുള്ളത് പായസമായി. പാലത്തിന് കൊടുക്കല്ലേ? ഇട്ടിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും പാല് കാച്ചി വെച്ചിട്ടുണ്ട്. പാലിനകത്ത് മസാല ഇട്ടത്. ഒരു കലം പാലട പകുതിയായി. അത് വേവിച്ച് ചെറുതായതാ. അട ഇപ്പഴാ കിട്ടിയത്. എല്ലാം അഞ്ജലിയുടെ കുക്കിങ്. ഇത് കൊള്ളാം. ഒരു പാക്കറ്റ് ഞാൻ പറഞ്ഞു. അപ്പൊ ഒരു അവരോട് ചോദിച്ചു, ചോദിച്ചു. അപ്പൊ അവരോട് 6 പേര് കുടിക്കാൻ തന്നെ. അത് കേട്ടോ മോൻ എന്ത് ചെയ്ത് 6 പേര് കുടിച്ചാൽ മതിയല്ലോ. എണ്ണി നോക്കുന്നു വീട്ടിൽ എത്ര പേരുണ്ട്. 6 പേര് പാടി നമുക്ക് 6 പേര് കുടിക്കാന്ന് പറഞ്ഞാൽ അത് അത്ര മാസം പറഞ്ഞു. കവർ ഫോട്ടോ. ബായടാ. എങ്ങനെയുണ്ട് പായസം? ഓസം. പായസം ഞാൻ അതുകൊണ്ട് ഇനിയും പോയി 2ാമതും 3ാമതും എടുത്ത് കുടിച്ചേ. ഇവരറിഞ്ഞില്ല എപ്പോഴാ. പക്ഷെ പെട്ടെന്ന് വീട്ടിൽ പോയി എന്തുവാ? പെട്ടെന്ന് വീടുന്നത് ചെറിയൊരു ഇത്. അത് ഉച്ചക്ക് എന്റെ ആയിരിക്കും. ചുമ്മാ ആവശ്യത്തെ പറയല്ലേ, അവളെ റിവ്യൂ ഇട്ടാളെ. ശരി ബൈ. ജിമ്മിൽ പോണം. പായസം ഒന്ന് കുടിച്ചിട്ട് ടേസ്റ്റ് ഇപ്പൊ പറയാം. പക്ഷെ പ്രശ്നമുണ്ട്. അട കുറഞ്ഞു പോയി. പാല് മാത്രമായിപ്പോയി. അതെന്താന്ന് അറിയുമ്പോ ഒരു പാക്കറ്റ് കൂടെ വാങ്ങണമായിരുന്നു. പക്ഷെ ഉണ്ടടി ആടാ. നീ കൂടി എന്റെ റിവ്യൂ പറയാം. അപ്പം ഞങ്ങളുടെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.